അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട ഹബീകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. റജബ് ശഅബാനിൻ്റെ ബറക്കത്ത് റമളാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് കമൻറ്റിൽ ഒരുപാട് വിഷയങ്ങൾ ദുആയിൽ പ്രത്യേകം ഓർക്കണം, ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ടെൻഷൻ ബാധിച്ച ആളുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഒക്കെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് കമൻറ്റിൽ വരുന്നവരുടെ പ്രയാസം, ക്ലാസ് കേൾക്കുന്നവരുടെ എല്ലാം അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ്, അനുഭവത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് എല്ലാവിധ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങൾ പല നിലക്കും അനുഭവിക്കുന്ന നമുക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ തലോടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഗത്ഭമായ ഗിഫ്റ്റ്, ഒരു സമ്മാനം. അത് നമ്മുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിച്ച് നമുക്കൊരു ആത്മധൈര്യം നൽകാൻ, ഒരു സമാധാനം നൽകാൻ വളരെ ഫിറ്റാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങൾ കൊണ്ടും മുഅ്മിനീങ്ങളെ അല്ലാഹു പരീക്ഷിക്കും. അതിൽ യാതൊരു തർക്കമില്ല. ഒരു പരീക്ഷണവും എനിക്ക് വേണ്ട, ഒരു രോഗവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, ഹാപ്പിനെസ് തന്നെ, എപ്പോഴും സന്തോഷം, അതൊരു മുഅ്മിൻ പ്രതീക്ഷിക്കാൻ പാടില്ല. ഈമാനുണ്ടോ, അല്ലാഹു പല നിലക്കും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുഅ്മിനീങ്ങളായി അല്ലാഹു നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നത്. പരീക്ഷണങ്ങൾ ഹദീസിൽ ഇമാം ദൈലമി തങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഹദീസിൽ കാണുന്നുണ്ട്, ഒരാൾ മൽഊനാകുന്നത്, അല്ലാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? 40 ദിവസമായിട്ടും ഒരു പരീക്ഷണം, അവൻ്റെ ശരീരത്തിന് ഒരു ചെറിയ രോഗമോ, അവൻ്റെ കുടുംബത്തിൽ, മക്കളിൽ, അവരുടെ ജോലിയിൽ, കച്ചവടത്തിൽ, വരുമാനത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം, ഒന്നുമില്ല. 40 ദിവസമായിട്ടും യാതൊരു പരീക്ഷണമല്ല, കുലുക്കമില്ല. എന്നാൽ അവൻ മൽഊനാണ്, ശപിക്കപ്പെട്ട ആളാണെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയം, ആ പരീക്ഷണത്തിൽ പരാജയപ്പെടരുത്, ഇതാണ് മുഅ്മിനിന്റെ തേട്ടം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അപ്പോൾ തീർച്ചയായും നമുക്ക് വരുന്ന ചെറിയ പരീക്ഷണങ്ങൾ പോലും, അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നില്ലേ, മർഹബൻ ബിൽ ഹുമ്മാന്ന്, പനിക്ക് സ്വാഗതം, പനിക്ക് സ്വാഗതം, പനിയെ സ്വാഗതം ചെയ്ത് വിളിക്കുക എന്ന് പറഞ്ഞാൽ പനി വരുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. കാരണം ശരീരം മൊത്തത്തിൽ വർക്കേറ്റെടുക്കുന്ന ഒരു കാര്യമാണ് പനി. മൊത്തത്തിൽ ശരീരത്തിന് ക്ഷീണം ബാധിക്കുമല്ലോ. അപ്പൊ ശരീരത്തിന്റെ മൊത്തം പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് എന്ന് കരുതി ചികിത്സിക്കേണ്ടെന്നല്ല. പക്ഷേ ആ ഒരു പരീക്ഷണത്തിൽ പോലും വല്ലാത്ത കൂലിയാണ് മുഅ്മിന് കിട്ടുന്നത് നാളെ ആഖിറത്തിൽ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അമൽ ചെയ്ത, ഇപ്പോഴും ഖുർആനോത്തും സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ദുആയും എല്ലാം നിസ്കരിച്ച ആളുകളെ കൊണ്ടുവരപ്പെടും. ഇതൊന്നും രോഗങ്ങളായിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത, കടങ്ങൾ കൊണ്ട് മാനസിക തകർച്ചയിൽപ്പെട്ടുപോയ, സാമ്പത്തിക വരുമാനമില്ലാത്ത, കുടുംബത്തിൽ മക്കളുടെ കാര്യം, അങ്ങനെ പല വിഷയത്തിലും വേദന അനുഭവിച്ച് നീറിപ്പുകഞ്ഞ് ജീവിച്ച ആളുകളില്ലേ, ഒരുപാട് സാധുക്കൾ. ആ മുഅ്മിനീങ്ങളെ കൊണ്ടുവരും. എന്നിട്ട് അമൽ ചെയ്ത ആളുകളുടെ ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് കാൽക്കുലേറ്റ് നോക്കും. അള്ളാഹുവിന് വേണ്ടി മാത്രം 100% ഇഖ്ലാസോടുകൂടെ ചെയ്തിരിക്കുന്ന അമലുകൾ അവിടെ നിന്ന് മാറ്റാൻ പറയും. ചില ആളുകൾക്ക് തുച്ഛമായതേ ഉണ്ടാവുള്ളൂ, പൂർണ്ണ ഇഖ്ലാസോടെ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു, പൂർണ്ണ ഇഖ്ലാസുള്ള കുറച്ചേ ഉള്ളൂ. കുറേ ആളുകളുടെ മുഴുവൻ ഇഖ്ലാസ് ഇല്ലാത്തതാണ്, മുഴുവൻ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ്. എന്നാലോ ഈ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് ഒരുപാട് വിഷമിച്ച് മക്കളുടെ കുടുംബത്തിന്റെ കാര്യം, കുടുംബജീവിതത്തിന്റെ കാര്യം, ജോലിയുടെ കാര്യം, വരുമാനത്തിന്റെ കാര്യം, കടത്തിന്റെ വിഷയങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയതുപോലെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പലപ്പോഴും വിചാരിച്ചു, പടച്ചോനെ ഇത് അടങ്ങീർ മാറുന്നില്ലല്ലോ അല്ലാ, അങ്ങനെ വേദനിച്ചു പോയി നൊമ്പരപ്പെട്ടിട്ടുണ്ട്. ആ പ്രയാസം അനുഭവിച്ച ആളുകൾക്കോ അവർക്ക് അവരുടെ നന്മയെ പരിശോധിക്കുന്നില്ല, അവർക്ക് കിതാബും കൊടുക്കുന്നില്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വബ്ബാന ഒരുപാട് ഖൈറുകൾ, അതായത് ജീവിതത്തിൽ അവർ രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും വേദനയുടെയും പേരിൽ അനുഭവിച്ചു പോയ ഒന്നിനു പുറകെ ഒന്ന്, അതേപോലെ അവർ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾക്ക് പകരം, പ്രയാസങ്ങൾക്ക്, രോഗങ്ങൾക്ക് പകരം അല്ലാഹു ഖൈർ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ചൊരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. വലിയൊരു കൂമ്പാരം നന്മയായി അവർ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കയറും. അപ്പോ എപ്പോഴും ആഫിയത്ത്, ഒരു കുഴപ്പമില്ല, പനത്തടി പോലെ ഒരു കേടുമില്ലാതെ എപ്പോഴും സന്തോഷിച്ചിരുന്ന ആളുകളില്ലേ, അവർ അല്ലാഹുവേ ജീവിതത്തിലേക്ക് ഞങ്ങളൊന്ന് മടക്കുമോ
ഇവരെ പോലെ കുറച്ച് പ്രയാസം അനുഭവിച്ച് ഞങ്ങൾ ഈ കൂലി വാങ്ങട്ടെ അല്ല എന്ന് ചോദിച്ച് മനസ്സുകൊണ്ട് കേടുന്നതാണ്, ആവശ്യപ്പെടുന്നതാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ രോഗങ്ങൾ ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല, നമ്മളെ തകർത്താൻ പാടില്ല. എപ്പോഴും പകലായി നിൽക്കോ? ഇപ്പൊ പകലാണ്, ഇതൊരു മഗ്‌രിബ് വാങ്ങി കൊടുക്കുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും. ഈ പ്രയാസം ഒന്നും ഉണ്ടാകില്ല. ആ രാത്രി എപ്പോഴും നിലനിൽക്കോ? നേരം വെളുക്കുമ്പോഴേക്ക് രാത്രി പോയി പോകും. അപ്പോൾ പ്രയാസങ്ങളൊക്കെ നീങ്ങും പ്രിയപ്പെട്ടവരെ, എല്ലാ വിഷമങ്ങളും നീങ്ങും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കണം. പടച്ചതമ്പുരാന്റെ മുന്നിൽ നമ്മൾ എല്ലാം സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസിക നിലപാട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല. ഇവിടെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നിസ്കാരം അത് മസ്റ്റാണ്. അതില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായ ഹെൽപ്പ് കിട്ടൂല. സുബഹിക്ക് കൃത്യമായിട്ട് ഖളാ ആകാതെ നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ, മറ്റു വഖത്തുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ സഹായം കിട്ടും. അല്ലാത്ത ഒരു അഭ്യാസത്തിനും അള്ളാഹിന്റെ സഹായം കിട്ടില്ല. അത് ഉണ്ടാകണം. അതോടൊപ്പം അള്ളാഹുവിനെ, പടച്ചോനെ, നീയാണ് പരീക്ഷണം തന്നത്, നീയാണ് രോഗം തന്നത്, നീയാണ് എനിക്ക് സുഖദുഃഖങ്ങൾ തരുന്നത്, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എല്ലാ കാര്യവും. നീ എന്നെ സഹായിക്കണം റബ്ബേ എന്ന കൽവിന്നൊരു തേട്ടം അതീന്ന് റിവേഴ്സ് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകണം. നമ്മുടെ സങ്കടങ്ങൾ, അതേപോലെ ടെൻഷൻ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മൊത്തം ദീനിയായ ദുന്യവിയായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമുക്ക് പൈശാചികമായ പ്രശ്നങ്ങൾ, മക്കളുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, വരുമാനത്തിന്റെ കാര്യം, ഏത് വിഷയത്തിലാണോ നമ്മുടെ ടെൻഷൻ ബാധിച്ചത് ആ വിഷയങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗത്തെക്കുറിച്ച് ഉമ്മുന ഫാത്തിമത്തു സുഹ്റബത്തുൽ റളിയല്ലാഹു തആല പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ആശ്വാസത്തിന്റെ, സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന, വേദനിക്കുന്ന മുഴുവൻ ഉമ്മത്തുകൾക്കും വലിയ ആശ്വാസത്തിന്റെ സമ്മാനമാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. ഏതാ സമ്മാനം? ഇതാ അസ്ബഹതി വൈദാ അംസൈതി. ഒരു വസീയത്ത് നൽകാം. ഈ വസീയത്തായി ഞാൻ പഠിപ്പിച്ചിരുന്ന ദിക്ർ അത് നിന്നെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് മുടങ്ങാതെ സുബ്ഹി കഴിഞ്ഞിട്ടും മഗ്‌രിബ് കഴിഞ്ഞിട്ടും, അതിന്റെ ദിക്റുകളെ കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള അത് കഴിഞ്ഞിട്ട് ഒരു വട്ടമെങ്കിലും നീ മനസ്സറിഞ്ഞു പറയണം. എന്നിട്ട് ആ ദിക്ർ പറഞ്ഞു കൊടുക്കുക. എന്താ ദിക്ർ എന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ അലം, അതായത് ചോദിച്ചാൽ ഇജാബത്തുറപ്പാണ്, ഏറ്റവും പെർഫെക്റ്റായ നാമമാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന നാമം. ആയത്തുൽ കുർസി ഏറ്റവും അഫ്ളലായ ആയത്താണ്. ആ ആയത്തിന് മാറ്റുകൂട്ടുന്നത് ഈ പരിശുദ്ധമായ അള്ളാന്റെ ഇസ്മുകളാണ്. ഏതാ ഇസ്മ? യാ ഹയ്യു യാ ഖയ്യൂം. അങ്ങനെ തുടങ്ങുന്ന ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അൽഹംദുലില്ലാഹ്, അത്ര മനോഹരമാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാറ്റിനും കഴിവുള്ള, എന്തിനും പോകുന്ന പടച്ചവനെ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട്, കൃപ കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുകയാണ്. നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ റബ്ബേ? നമ്മൾ ആവശ്യപ്പെടാൻ, എനിക്ക് ഹെൽപ്പ് ചെയ്യണം അല്ലാ. അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ സകല കാര്യങ്ങളും നീ നന്നാക്കി തരണം. ഒരു കാര്യം പോരാ, ജീവിതം പോരാ, കുടുംബം പോരാ, മക്കള് പോരാ, സമ്പത്ത് പോരാ, സൗകര്യം പോരാ, ആരോഗ്യം പോരാ, ഒരു കാര്യത്തിൽ പോരാ, എല്ലാ കാര്യത്തിലും A to Z നീ നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി. ഒരു കണ്ണി ചിമ്മി തുറക്കുന്ന നേരമുണ്ടല്ലോ, ഒരു മൈക്രോ സെക്കൻഡ് നേരം, മൈക്രോ സെക്കൻഡ്, ആ നേരം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്, എന്നെ കൊണ്ട് പറ്റൂല, നീ തന്നെ ഏറ്റെടുക്കണം അല്ലാ, നീ എന്നെ സഹായിക്കണം പഠിച്ചോനെന്ന ഈ ദിക്ർ പ്രിയപ്പെട്ടവരെ, സുബ്ഹി മഗ്‌രിബ് നിസ്കാരങ്ങൾ കഴിഞ്ഞ് എൻ്റെ ദിക്ർ കഴിഞ്ഞിട്ട് ഒരു വട്ടം നമുക്ക് പറയാൻ പറ്റിയാൽ അല്ലാഹു സഹായിക്കും. വേറെ വർത്താനില്ലല്ലോ, അല്ലാഹു സഹായിക്കും. എത്ര പ്രയാസമായിക്കോട്ടെ, ഈ ശഅബാനിന്റെ അവസാനത്തെ മൊമെന്റിൽ റമദാനിലേക്ക് ചേരാൻ പോകുന്ന നേരത്ത് മനസ്സറിഞ്ഞ് ഈ ദിക്ർ പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞു തുടങ്ങണം. നമ്മുടെ ലൈഫിന്റെ ഭാഗമാകണം. പിന്നെ റമദാന്, അതിനുശേഷമുള്ള നമ്മുടെ ഫ്യൂച്ചർ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ പരീക്ഷണങ്ങൾ പോലും വലിയ സന്തോഷമായി, സങ്കടങ്ങൾ പോലും സന്തോഷമായി നമുക്ക് തോന്നും. വിജയം ഉണ്ടാവും, അള്ളാഹു കൈവിടൂല്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു പേടിയും വേണ്ട, നമ്മൾ ഒരു പേടിയും വേണ്ട. അള്ളാഹുവാണ്, അവന്റെ തീരുമാനത്തിലാണ് പരീക്ഷണങ്ങൾ. നമ്മളെ മോശാക്കാൻ കാരുണ്യവാനായ അള്ളാഹു തയ്യാറാവില്ല. അത് അക്കാര്യത്തിൽ പേടിക്കണ്ട. നിർബന്ധമായും ഈ ക്ലാസ് കേട്ടതിൻ്റെ ആശയം മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് പരമാവധി ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് കമൻറ്റ് നിർബന്ധമായിട്ട് ഉമ്മമാരൊക്കെ കമൻറ്റ്, ഉപ്പമാരൊക്കെ എഴുതുന്നുണ്ട്. വലിയ സന്തോഷം തോന്നി കമൻറ്റ് വായിക്കുമ്പോൾ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ, അതിൽ ഒരുപാട് പേര് ദുആ പറഞ്ഞു. എല്ലാവരെയും ഓർക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, അടുത്ത ഒരു വിജ്ഞാനത്തിന്റെ നുറുങ്ങുവട്ടമായി ഇനി
പരിശുദ്ധമായി നോമ്പുമായി ബന്ധപ്പെട്ട റമദാനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് പറയാനുണ്ട്. അള്ളാഹു നമുക്ക് സഹായം നൽകട്ടെ. അടുത്ത ഒരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.